ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ ഡേക്ക്. ഇന്ന് നമുക്ക് കിഡിലായിട്ടുള്ളൊരു വർക്ക് നോക്കാം കേട്ടോ. ഭയങ്കര ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വീതിയുള്ള റിബൺസ് ഇല്ലയെന്നുണ്ടെങ്കിൽ സാറ്റിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് നമുക്കിത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നീളം വന്നിട്ട് 12 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. വീതി വന്നിട്ട് ഒരു 7 സെൻറ്റിമീറ്റർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 12 സെൻറ്റിമീറ്റർ നീളത്തിലും 7 സെൻറ്റിമീറ്റർ വീതിയിലും 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓരോ കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻ എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു തുണിയുടെ നീളം വന്നിട്ട് 20 സെൻറ്റിമീറ്ററും വീതി വന്നിട്ട് 10 സെൻറ്റിമീറ്ററും ആണ്. അപ്പോൾ ഇതുപോലുള്ള 2 പീസ് വേണം. ഓക്കെ, ഓരോന്നും 2 പീസ് വെച്ചിട്ടാണ് വേണ്ടത്. ഇനി നമുക്ക് ഒരു കുട്ടി പീസ് കൂടെ വേണം കേട്ടോ. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, ജസ്റ്റ് ഒരു കുട്ടി പീസും എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ഒരു വൈറ്റ് തുണി മാത്രം എടുക്കാം. ഓരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ ഒന്ന് മടക്കി വയ്ക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഉരുക്കി ഒട്ടിച്ചു കൊടുക്കുക. വെറുതെ ഒന്ന് അങ്ങനെ മടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം 2 അരിക് നമുക്ക് ലൈറ്റർ യൂസ് ചെയ്തിട്ട് തന്നെ ഒന്ന് ഉരുക്കി പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഒട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം കൂടി ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതേ സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ട് സാറ്റിൻ്റെ റിബൺ വെച്ചിട്ട് ഒരു വർക്ക് ഞാൻ 2-3 ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുകൂടെ പോയിട്ടൊന്ന് കണ്ടു നോക്കണേ. എന്നിട്ട് ദേ ഇതുപോലെ മെറ്റീരിയൽ എടുത്ത് 2ആയിട്ട് മടക്കിയിട്ട് കറക്റ്റ് സെൻറ്റർ കിട്ടാൻ വേണ്ടി ഇതുപോലെ ഒന്ന് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മടക്കിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു മടക്ക് അറിയാൻ പറ്റുമല്ലോ. ഇതുപോലെ ഒന്ന് മടക്കി, അപ്പോൾ ഇവിടെ ഒരു മാർക്ക് കിട്ടിയല്ലോ. ഇനി നമുക്ക് ആ വൈറ്റ് കളറ് റിബണും കൂടി എടുത്തിട്ട് കറക്റ്റ് സെൻറ്റർ ഭാഗം ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ചിട്ടാണ് ഇനി നമ്മുടെ പരിപാടീസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് സെൻറ്റർ മടക്കി കൊടുത്തിട്ട് രണ്ടും കൂടി യോജിപ്പിച്ച് വെച്ചിട്ട് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് രണ്ടും കൂടി ഇങ്ങനെ ചേർത്ത് പിടിക്കുക കേട്ടോ. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ജസ്റ്റ് മടക്കി കൊടുക്കും. ഇതുപോലെ സെൻറ്റർ ഭാഗത്ത് വരുന്ന രീതിയിൽ വേണം മടക്കിയെടുക്കാൻ കേട്ടോ. ഇത് കണക്ക് മടക്കുക. അപ്പുറ സൈഡും സെയിം അതുപോലെ തന്നെ മടക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റ് സെൻറ്ററിലേക്ക് മടക്കുമ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടും. എന്നിട്ട് നേരെ തിരിച്ചു പിടിക്കുക. എന്നിട്ട് ബാലൻസ് വരുന്ന ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കുക. അതായത് ആ വൈറ്റ് കളറിൻ്റെ ലെവലിൽ നിൽക്കുന്നത് മാത്രം നിർത്തിയിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പാർട്ടൊന്നും നമുക്ക് ആവശ്യമുള്ളതല്ല. കറക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യമേ ഞാൻ പറഞ്ഞത് സെൻറ്റർ കറക്റ്റ് വെച്ച് ആ ലെവൽ കറക്റ്റ് ആക്കിയിട്ട് വേണം വെക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെട്ടുമ്പോഴത്തേക്കും കറക്റ്റ് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ വെട്ടി നീറ്റാക്കി ഒരേ ലെവലാക്കിയിട്ട് എടുക്കണം. ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. കറക്റ്റായിട്ടൊന്ന് ഉരുക്കി കൂടെ കൊടുക്കണം കേട്ടോ. അത് ഇതേപോലെ ഒന്ന് പിടിച്ചിട്ട് ആ ഒരു എല്ലാ റിബണിലും, അതായത് നമ്മൾ കട്ട് ചെയ്തെടുത്ത എല്ലാ റിബണിലും കറക്റ്റായിട്ട് ലെവൽ ചെയ്തിട്ട് ഒന്ന് ഉരുക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് കറക്റ്റാക്കി കൊടുത്താൽ ഈ ഒരു പെറ്റൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ 2 എണ്ണം ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത്. ഞാൻ രണ്ടാമത്തെ ഭാഗം മേക്ക് ചെയ്തിട്ട് ഇത് രണ്ടും കൂടെ യോജിപ്പിക്കുന്ന പാർട്ടിൽ നിന്ന് കട്ടായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഭയങ്കര സിമ്പിളാണ്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് കണക്ക് 2 സംഭവം ഉണ്ടാക്കിയെടുക്കണം. ഇതേ കണക്ക് നമ്മൾ സാധാരണ ഇങ്ങനെ കുഞ്ഞു ഞൊറുകളിട്ട് എടുക്കില്ലേ, ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ട് ഇതൊരു പെറ്റൽ വേറൊരു പെറ്റലും കൂടെ നമ്മൾ മേക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതേ കണക്ക് റിബൺ വെച്ചിട്ട് ചെയ്തേക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ സെയിം തന്നെ വെച്ചിട്ട് ഫ്ലവർ മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയ മാറ്റങ്ങൾ മാത്രം വരുത്തിയിട്ടാണ് കേട്ടോ ഫ്ലവർ മേക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ കയറിയിട്ട് വീഡിയോ സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെയർ എക്സസറീസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒത്തിരി വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് വർക്കുകൾ ചെയ്ത് നോക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മെറ്റീരിയൽസ് വാങ്ങിക്കാനും പറ്റും കേട്ടോ. എല്ലാ വീഡിയോസിൻ്റെയും ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരു പെറ്റൽ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ കണക്ക് തന്നെ അടുത്ത ഒരെണ്ണം കൂടി ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിവിടെ ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കണം. എന്നിട്ട് നമുക്ക് വേറെ ഒരെണ്ണം കൂടെ ചെയ്തെടുത്തിട്ട് രണ്ടും കൂടെ യോജിപ്പിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ ബോസ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾക്ക് അലിഗേറ്റർ ക്ലിപ്പിലോട്ടോ ഹെയർ ബോയിലോട്ടോ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞു വാവകളുടെ ഫ്രോക്ക് മേക്ക് ചെയ്യുമ്പോൾ ബെൽറ്റിൻ്റെ ഭാഗത്ത് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. 2 കളർ കോമ്പിനേഷനിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന വർക്കാണ്. അപ്പോൾ ഈ ഒരു വർക്ക് നമുക്ക് യൂണിഫോമിന് മാച്ച് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി യോജിപ്പിച്ച് ഇതുപോലെയാണ് എടുക്കേണ്ടത്. ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ഭാഗമാണ് കട്ടായി പോയത്. ഞാൻ ആദ്യം മേക്ക് ചെയ്ത് സെയിം ഒരു സംഭവം കൂടി ഉണ്ടാക്കിയെടുക്കുക. രണ്ടും കൂടെ ഒന്ന് യോജിപ്പിച്ചിട്ട് കെട്ടി കൊടുക്കുക. അപ്പോൾ നല്ല രസമല്ലേ, 2 കളർ കോമ്പിനേഷനിൽ ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഇത്തിരി വലിയൊരു ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് അലിഗേറ്റർ ക്ലിപ്പിലോട്ടാണ് ഞാൻ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് അതിനൊരു കുട്ടി പീസ് ആദ്യമേ ഞാൻ എടുക്കണമെന്ന് പറഞ്ഞില്ലേ, അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക. ജസ്റ്റ് ഇതേപോലെ ഒന്ന് മടക്കിയെടുത്താൽ ഇത്രയൊന്നും വേണ്ട കേട്ടോ. ഞാൻ കട്ട് ചെയ്ത്
എടുത്തിട്ട് ഒഴിവാക്കുന്നുണ്ട്. ബാക്കി പീസ് ചെറുതായിട്ട് നമുക്ക് അലിഗേറ്റർ ക്ലിപ്പ് ഫിക്സ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഭാഗം മതി. അപ്പോൾ കുറച്ച് നീളത്തിന് എടുത്താലും പ്രശ്നമില്ല. ലാസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇത് കണക്ക് ഉയർക്കിയിട്ട് ഒരു കുഞ്ഞു പീസ് എടുത്ത് ഇതേ കണക്ക് മടക്കി ബാക്ക് സൈഡിൽ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതായത് ഇതിപ്പോൾ ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡിൽ വെച്ചിട്ട് സെൻറ്റർ ഭാഗത്ത് തന്നെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നല്ല ടൈറ്റായിട്ട് ഫിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അലിഗേറ്റർ ക്ലിപ്പോ അല്ലെങ്കിൽ ഹെയർ ബണ്ണോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇളകി പോകാതിരിക്കും കേട്ടോ. നമ്മൾ വെറുതെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അലിഗേറ്റർ ക്ലിപ്പ് പെട്ടെന്ന് ഇളകിപ്പോരും. പക്ഷേ ഇതുപോലെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ ടൈറ്റായിട്ട് തന്നെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കതിൻ്റെ അകത്തേക്ക് അലിഗേറ്റർ ക്ലിപ്പ് ഫിക്സ് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ എടുത്തിട്ട് ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഗ്ലൂ ഗൺ തന്നെ വെച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗ്ലൂ ഗൺ ആക്കി കൊടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ 2 റിബണും കൂടെ ചേർത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതേ കണക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതേ കണക്ക് ഒട്ടിച്ചു കൊടുത്താലും ചെറുതായിട്ടൊന്ന് അറ്റം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആയിരിക്കും കേട്ടോ. അപ്പോൾ സെയിലിനൊക്കെ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് സ്റ്റിച്ചിങ് കൂടെ ചെയ്ത് കൊടുക്കുകയാണെന്നെങ്കിൽ അത് സ്ട്രോങ് ആയിട്ട് അവിടെ ഇരുന്നോളും. പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് ആദ്യം അവിടെ ഒന്ന് ഉരുക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് അപ്പർ സൈഡ് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നെങ്കിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോഴാണ് നീറ്റായിട്ട് കിട്ടുക. ഇനി കുറച്ചും കൂടി ഗ്ലൂ ആക്കി കൊടുത്തിട്ട് ഞാൻ അപ്പർ സൈഡും കൂടി അപ്പുറത്തേക്ക് ഒട്ടിച്ച് നീറ്റാക്കി എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിൽ സ്റ്റിച്ച് ചെയ്യുന്നില്ല. നിങ്ങൾക്കതിങ്ങനെ സ്റ്റിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം. ഒരു കണക്കിന് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അവരിതൊക്കെ ഇളക്കി കളയാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ് ഒട്ടിച്ചു കൊടുത്താൽ. അപ്പോൾ ചെറുതായിട്ടൊന്ന് സ്റ്റിച്ചിങ് കൂടെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമറിൻ്റെ സൈഡിൽ നിന്ന് പെട്ടെന്ന് ഇളകിപ്പോയി എന്നൊരു പരാതി കേൾക്കാതിരിക്കും കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഏതോ ഒരു വീഡിയോയിൽ ഗ്ലൂ ഗൺ യൂസ് ചെയ്താൽ ഇളകി പോരില്ലേ എന്നൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഗ്ലൂ ഗൺ യൂസ് ചെയ്താൽ അത്യാവശ്യം പെട്ടെന്ന് ഇളകി പോരാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പോവാതിരിക്കാനാണ് നമ്മൾ ഇതുപോലുള്ള കുറച്ച് ഞുണുക്ക് പണികളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.